പത്തനംതിട്ട ചരൽക്കുന്നിൽ ഹണി ട്രാപ്പിൽ കുടുക്കി ദമ്പതികൾ മർദ്ദിച്ച യുവാക്കൾ അടുത്ത ബന്ധുക്കളെന്ന് കണ്ടെത്തൽ. ഇരുവർക്കും പ്രതി രാഖിയുമായി ഉണ്ടായിരുന്ന ബന്ധം മനസ്സിലാക്കിയ ഭർത്താവ് ജയേഷാണ് ആക്രമണം ആസൂത്രണം നടത്തിയതെന്ന് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു. യുവാക്കളെ കെട്ടിയിട്ട ശേഷം പെപ്പർ സ്പ്രേ അടിച്ചുവെന്നും ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിച്ചുവെന്നും കണ്ടെത്തി. പ്രതികളെ വീട്ടിലെത്തിച്ച അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് പെട്ടെന്ന് പെപ്പർ സ്പ്രേയും വേറെന്തോ കൂട്ടി എൻ്റെ മുഖത്തടിച്ച് കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എനിക്ക് നല്ല തലകറക്കം തോന്നുന്നുണ്ട്. ആ സമയത്ത് എന്നെ രണ്ടുപേരുടെ കൂടി കൈ കൂട്ടി കെട്ടി കയറും പ്ലാസ്റ്റിക് ഉപയോഗിച്ച് കൈയും കൂടെ കെട്ടിയിട്ട് ആദ്യം ഷാളിട്ടാണ് കെട്ടുന്നത്. പിന്നെ ഒരു കയറിട്ട് കെട്ടി ഞാൻ ഉത്തരത്തിലോട്ട് വലിച്ചു തൂക്കിയിട്ട് അതിന് മുന്നേ ജയേഷിനെ നല്ലതായിട്ട് മർദ്ദിച്ചിട്ടുണ്ട്. എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഒന്നാമതെ കണ്ണിൽ പെപ്പർ സ്പ്രേ ആണ്, കണ്ണ് തുറക്കാൻ പറ്റത്തില്ല. അതിന് വലിച്ചു തൂക്കിയിട്ട് കാലും കൂട്ടി കെട്ടിയിട്ട് തൂക്കി കെട്ടി നിർത്തിയേക്കുക. ഏറ്റവും ഉപദ്രവിച്ച കമ്പിവടി വെച്ചിട്ടാണ്. നട്ടലിന് പൊട്ടൽ വരെ വന്ന വാരിയലിനും പൊട്ടൽ വന്ന് ആ കമ്പിവടി ഉപയോഗിച്ചിട്ടാണ് അതുപോലെ അട്ടിച്ച് അവസാന നിലയാക്കി. സെപ്റ്റംബർ 1-നും 5-നുമായാണ് യുവാക്കൾക്ക് നേരെ ക്രൂര ഉപദ്രവമുണ്ടായത്. രാഖിയുമായി ബന്ധമുണ്ടായിരുന്ന ആലപ്പുഴ, പത്തനംതിട്ട സ്വദേശികളാണ് പരാതിക്കാർ. ജയേഷാണ് യുവാക്കളെ മുൻകൈയെടുത്ത് വീട്ടിലെത്തിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. ഉപദ്രവിക്കുന്നതിന് മുൻപ് ചില ആഭിചാരക്രിയകൾ നടത്തിയതായും പരാതിക്കാർ പറയുന്നു. അതിനിടയ്ക്ക് ഇവര് സംസാരിക്കുന്നതൊക്കെ വേറെന്തോ ഒരു എന്നാ പറയണ്ടേ, ഒരു എന്തോ പൂജയോ കാര്യങ്ങൾ ഇവരുടെ പൂർവികരുമായിട്ട് കേട്ട് ഇവരുടെ പൂർവികരാണെന്ന് അങ്ങനെയൊക്കെ വിശ്വസിച്ചാണ് സംസാരിക്കുന്നത്. രശ്മി ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുക, ഇവര് വീഡിയോ എടുക്കുക, ഈ ചെയ്യുന്നതെല്ലാം രശ്മിയാണ് വീഡിയോ എടുക്കുന്നത്. യുവാക്കളെ കെട്ടിത്തൂക്കി അതിക്രൂരമായി മർദ്ദിച്ച ശേഷം ജനനേന്ദ്രിയത്തിൽ 23 സ്റ്റാപ്ലറുകൾ അടിച്ചുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ. ഇരുമ്പ് വടികൊണ്ട് ദേഹമാസകലം അടിച്ചു, നഖം പിഴുതെടുത്തു. മൊബൈലും പണവും തട്ടിയെടുത്ത ശേഷം അവശനായ യുവാവിനെ പൊതുസ്ഥലത്ത് ഉപേക്ഷിച്ചു. അന്വേഷണ സംഘം പ്രതികളെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ജയേഷ് മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ കണ്ടെത്താൻ പോലീസ് ശ്രമം തുടങ്ങി. പത്തനംതിട്ടയിൽ നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.